പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു 2 മാസം ഓൾമോസ്റ്റ് ആകുമ്പോൾ ഞാനൊരു വീഡിയോ തന്നെ ഇട്ടിട്ടത്. കാരണം എൻ്റെ ബോർഡ് എക്സാം ആയിരുന്നു. ഇന്ന് മാർച്ച് 13 ഫൈനലി അത് എൻ്റെ ആയിരിക്കുകയാണ് ബോർഡ് എക്സാം. ഇനി 10ാം ക്ലാസ്സും ഇല്ല, ബോർഡ് എക്സാമും ഇല്ല, ഫ്രീ ചില്ലിനി. ഓക്കെ, അപ്പോൾ എന്താ ഇനി മുതൽ നമ്മൾ വീഡിയോസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യണമായിരിക്കും. ഒരു ടോപ്പിക് കൊണ്ട് എൻ്റെ മനസ്സിൽ അത് സഫലമാവുകയാണെങ്കിൽ ഡെയിലി ഷോർട്സ് വരണമായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ വിട്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യാൻ പോണത്. ഇപ്പോൾ എല്ലാ ഫേമസ് യൂട്യൂബ് ചാനൽസിലും ഗെയിമിങ്ങിൽ ഒരു GTA ഗെയിമിങ്ങിലും കളിച്ചിട്ടുണ്ടാവും അവർ. ഇപ്പം ഞാൻ കളിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ ഫേമസ് ആണെന്നൊന്നുമല്ല, എന്നാലും ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകണം നമ്മുടെ ബഡ്ജറ്റിന്, നമ്മുടെ ലെവലിൽ ചേർന്നൊരു GTA ഗെയിമാണ്. മോശമല്ല, ഗ്രാഫിക്സും ഇയറൊക്കെ പറഞ്ഞത് എൻ്റെ ഫോണിന് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, GTA 3 ഡെഫിനിറ്റീവ് എഡിഷൻ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിന്ന് കളിക്കാൻ പോണത്. കാരണം ഞാൻ സാൻ ആൻഡ്രിയാസ് കളിച്ചിട്ടുണ്ട്. GTA സാൻ ആൻഡ്രിയാസ് ഞാൻ ഒരുപാട് പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ GTA 3 ആണ് കളിക്കാൻ പോണത്. ഇനിയൊരു പാർട്സ്, ഒരു ഗെയിം പ്ലേ സീരീസാണ് ഇനി വരാൻ പോണത്. ഫസ്റ്റ് പാർട്ടാണ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമ്മൾ GTA 3 വീഡിയോ ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ GTA 3 ആ ഒരു ഇതിലെടുത്തിട്ടുണ്ട്. ഡെഫിനറ്റീവ് എഡിഷൻ. ഞാൻ നെറ്റ്ഫ്ലിക്സിൽ നിന്നാണ് വാങ്ങിച്ചത്. ഓക്കെ, ഇതെടുത്തത്. ഓക്കെ, നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതല്ലായിരുന്നെങ്കിൽ എനിക്ക് റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെ ഒഫീഷ്യൽ പ്ലേലിസ്റ്റിന് ഇതിൽ തോന്നുന്നു പ്ലേ സ്റ്റോറിൻ്റെ അവിടെ എനിക്ക് 1100 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ടി തന്നെ. അപ്പോൾ അതിനേക്കാൾ നല്ലത് നെറ്റ്ഫ്ലിക്സിൻ്റെ 10, 200, 300 രൂപയുടെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടി എനിക്ക്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, എങ്ങനെ ആയിരിക്കും എന്നോടാ. GTA സാൻ ആൻഡ്രിയാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമാണ്. ഇത് നോക്കട്ടെ എങ്ങനെ ആയിരിക്കും. ഓക്കെ തുടങ്ങിയിട്ടുണ്ട്. കട്ട് സീൻ. ലാഗ് ഉണ്ടല്ലോ. ഇല്ല, ക്യാരക്ടറിൻ്റെ പേര് ക്ലോഡ് എന്നാണ് ഞാൻ കേട്ടത്. ക്ലോഡാണെന്ന്. ഊമയാണ്. ഓക്കെ, ഊമയാണ് ഒരു തരത്തിൽ ക്ലോഡ്. ഓക്കെ, ഇവിടെ വെച്ചു. നല്ല ലാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊരു മിഷൻ. വില്ലനാ ഈ ഗെയിമിൽ? വില്ലത്തിയാണോ? കോർട്ട് ഫൈൻസ് ആം റോബർ ഗിൽറ്റി ബൈ യുനാനിമസ് വേർഡിക്റ്റ്. ഓക്കെ, അപ്പോൾ എന്തോ വെടിവെച്ചിട്ടുണ്ട്. ജയിലിൽ കൊണ്ടുപോകണു. വെടിവെച്ചിട്ട് ജയിലിൽ കൊണ്ടുപോകണം. വെടിവെച്ചാൽ മരിക്കൂലേ? ഓക്കെ, അപ്പോൾ എന്നാലും ജയിലിൽ പോകണു. ഓക്കെ, കട്ട് സീൻസ് ആണ്. 2001 എങ്ങാണ്ട് ഇറങ്ങിയ ഗെയിമാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈ ലെവൽ ഗ്രാഫിക്സ് ആണ് അപ്പോഴത്തെ സമയം നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ പോയാണ് എന്തോ ന്യൂസ് റിപ്പോർട്ട് കേൾക്കാനുണ്ടോ? പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിബർട്ടി അറ്റാക്ക് took place on the... ഓക്കെ. ഈ ബ്രിഡ്ജിന് എന്തോ സിവിയർലി ആയിട്ട് ഹാം ചെയ്തെന്നൊക്കെയാണ് പറയണത്. ഓക്കെ, ഒരു പോക്കാണ്, ഒരു ജയിലിലോട്ടുള്ള പോക്കാണ് കാണുന്നത്. സ്പീഡിലൊരു ഹമ്മർ പോലത്തെ സാധനം പോണു. ക്രോസ് ചെയ്തു. എന്താണ് നല്ല ലാഗ് അടിക്കുന്നുണ്ട്. അയ്യോ സോറി, ലാഗുണ്ട്. നോക്കാം, റെസൊല്യൂഷൻ കുറയ്ക്കാൻ. ഓക്കെ, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ തുടങ്ങി പോയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി എന്താണെന്നോ. സീനി ക്ലോഡ് അയാളും കൂടെ ഫൈറ്റ് ചെയ്ത് രണ്ടുപേരെ വീഴ്ത്തി ഇറക്കിയിട്ട് ജയിലാടിയിട്ടുണ്ട്. ഓക്കെ, മാസ്. അല്ല, സ്ലാഗ് ഉണ്ടല്ല. റെസൊല്യൂഷൻ കുറയ്ക്കാൻ നില്ലേ? അത് ഈ സീനൊന്ന് കേട്ടത് എന്തോ. ബ്രിഡ്ജ് പൊട്ടിയിരിക്കുന്നു പറഞ്ഞ പോലെ. ശരി തന്നെ, ലാഗുണ്ട്. കട്ട് സീൻ കഴിഞ്ഞാൽ തോന്നുന്നു. ഇല്ല, ഇനിയുണ്ടാ കട്ട് സീൻ? കുറച്ച് കൂടുതലായില്ലേ? ഗിവ് മീ ലിബർട്ടി. ഫസ്റ്റ് മിഷനാണ് ഗൈസ്, എനിക്കറിയാം. GTA 3 ഫസ്റ്റ് മിഷനാണ്. ഓക്കെ,
അതാണ് നമ്മൾ കളിക്കാൻ പോണേ. സെറ്റ്. കയറി 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 കയറി. ഓ ചെറിയ ലാഗുണ്ട്. കയറാം. ഓക്കെ. ഏത് വേണം? സ്ലൈഡർ, ലോഗ് ഡിജിറ്റല്, സ്ലൈഡർ, അനലോഗ് ഡിജിറ്റല്, അനലോഗ് എടുക്കാം. ഇതാ ചെല്ലാം പറഞ്ഞാൽ സ്റ്റിയറിംഗ് ആണെന്ന്, മറ്റേ കറക്കണ ചക്രം പോലെയാണെന്ന്. ഇത് കുറച്ച് പാടാണ്. ഇത് സാൻ ആൻഡ്രിയാസ് പോലെ അല്ല കേട്ടോ. ഈ സാധനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും, കുറച്ച് സാധനം പാടാണ്. കൺട്രോൾസ് കാറിൻ്റെ എനിക്ക് തോന്നുന്നില്ല കൊള്ളാമെന്ന്. എന്നാലും ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ജഡ്ജ് ചെയ്യണില്ല. പോവാം. ഇങ്ങോട്ടാണോ തിരിയേണ്ടത്? ബ്രേക്കൊക്കെ ഇടാൻ അറിയാം, നിങ്ങൾ പറയേണ്ടതൊന്നും ആവശ്യമില്ല. ഓക്കെ, നേരെ പോവാം. ഓക്കെ, മാപ്പിൽ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അവിടെ പോകണം. ഓക്കെ, പിന്നെ സാൻ ആൻഡ്രിയാസ് കളിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വലിയ പാടൊന്നും തോന്നില്ല ഈ വണ്ടി ഓടിക്കുന്ന ഒഴികെ. അപ്പം കുറച്ച് സാൻ ആൻഡ്രിയാസിലൊക്കെ വലിയ ബട്ടൺസാണ്, ആക്സിലറേറ്ററൊക്കെ. ഇത് ഇങ്ങോട്ടല്ല വഴി, അങ്ങോട്ടാണ്. പക്ഷെ അങ്ങോട്ടല്ല, തിരിഞ്ഞാണല്ലോ കളിക്കുന്നത്. ഇത് മനസ്സിലാവണല്ലോ ഇത്. ഓക്കെ, വണ്ടി ഓടിക്കാൻ ഞങ്ങൾ എളുപ്പമാണ്. നിങ്ങൾ ന്യൂമെന്ന് വിചാരിക്കണ്ട. ഓക്കെ, പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വണ്ടി എന്തോ പോലെ തോന്നി. ഓക്കെ, മാപ്പ് അത് തന്നെയാണെന്ന് തോന്നുന്നു. ഈ വഴി കൂടെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അല്ല തന്നെ നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞ് ഷോർട്ട് കട്ടായിരിക്കും. ഓ മനസ്സിലായി. തിരിഞ്ഞ്. ഓക്കെ. അയ്യോ, വണ്ടി ഇടിച്ച്. വണ്ടി ഒരുപാട് ഇടിച്ച്. ആരോ കൺഷോട്ട് പോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ്. ഒരു 2001 ഗെയിം വെച്ച് നോക്കിയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഗ്രാഫിക്സ് തന്നെയാണ്. ഓക്കെ നമുക്ക് തിരിയാം. റൈറ്റാണ്. എനിക്ക് ഇത് മിസ്സായി പോണു. ഇത് ചെറുതായതുകൊണ്ട് എനിക്ക് മനസ്സിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന്. സാൻ ആൻഡ്രിയാസ് വലുതായതുകൊണ്ട്. നമ്മുടെ മിഷൻ അവിടെ ഹൗസ് ആണെങ്കിലും അതാണ് മിഷൻ്റെ സ്ഥലം. ഓക്കെ, എൻ്റെ ഒരു ഇതിൽ അതായിരിക്കും എൻ്റെ ഹൗസ് എന്ന് തോന്നുന്നു. കാരണം സാൻ ആൻഡ്രിയാസിലെ ഹൗസിൻ്റെ സിമ്പിളാണ് അങ്ങനെയാണ്. ഇതായിരുന്നു റിവേഴ്സ്. എന്തായാലും വണ്ടി ഓടി ചിഹ്നം ഭിന്നമായി പൊട്ടി. എന്തായാലും പോ. സ്റ്റോപ്പ് ബ്ലൂ മാർക്ക് അതൊക്കെ അറിയാം. ഓക്കെ. ഇതാണ് വീട്. ഓക്കെ, ഇതാണ് വീട്. ഓക്കെ, അതാണ് ഗ്യാരേജ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ വീട്ടിൻ്റെ അകത്ത് നമ്മൾ കയറിയാൽ ഗെയിം ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. 6 മണിക്കൂർ ഫോർവേഡ് ആവും. ഓക്കെ, അപ്പോൾ അടുത്ത മിഷനാണ്. പോണം. ഇപ്പം ലാഗ് തോന്നുന്നില്ലല്ലോ അത്ര. കാരണം ഞാൻ റെസൊല്യൂഷൻ കുറച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആലോചിക്കുന്നത് എന്തൊരു വൃത്തിയായിട്ട് ഗ്രാഫിക്സ് റെസൊല്യൂഷൻ ചെയ്യണമെന്ന് എനിക്ക് അത്രേ പറ്റുള്ളൂ കേട്ടോ. കാരണം എൻ്റെ ഫോണിന് അത്രേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ഗെയിം പ്ലേ ക്ലിയറാക്കി കാണിച്ചു തന്നോളാം. ഓക്കെ, അതെല്ലാം ഇതിലുണ്ട്. ലൂയിജീസ് ക്ലബ്. ഈ ലൂയിജി എവിടെ കേട്ടിട്ടില്ല ഞാൻ. ലൂയിജീസ് ഗേൾസ് സാൻ ആൻഡ്രിയാസിലുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ലൂയിജി എവിടെയോ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പോകും. ഓക്കെ, അകത്ത് കയറിയിട്ടുണ്ട്. ഗെറ്റ് എ വെഹിക്കിൾ ഇവിടെ ഉണ്ടല്ലോ. നോക്കാം. ഇത് വണ്ടി തന്നെ ഇപ്പം കാണാം. ശരി, മാപ്പൊന്ന് നോക്കാൻ മുമ്പ് അതെന്തോന്നാണെന്ന് നോക്കാമെന്നും. പക്ഷേ പിടി എനിക്ക് ലൊക്കേഷനിലേ വേണ്ട, അത് പിടി അത്. പക്ഷേ എന്തോന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ള. എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, കയറിയിട്ടുണ്ട്.
വണ്ടി എടുത്ത് അങ്ങോട്ട് നേരെ പോയി മാപ്പേ കാണിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പം ഞാൻ യൂസ് ടു ആവുന്നുണ്ട് കേസ്. ഓക്കെ, ഇപ്പോൾ അത് കൺട്രോൾസ് വരെ ഞാൻ യൂസ് ടു ആവുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നേരെ പോവാം. ഞാൻ ഭയങ്കര റാഷ് ഡ്രൈവറൊന്നും ആവില്ല. ഓക്കെ, പോണ പോക്കെ രണ്ടുപേരെ കൊന്നു. അത് വീട് എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോവാം. ഓക്കെ, റൈറ്റ് അല്ലേ? റൈറ്റ്. അയ്യോ, ഒരാളും കൂടെ കൊന്നു. ഡൗട്ട് റാഷ് ഡ്രൈവറില്ല. അയ്യോ, പിന്നെ ഇതാണ് ആ പെണ്ണെന്ന് തോന്നുന്നു. പെണ്ണിനടുത്ത് മിസ്റ്റി. ഓക്കെ, മിസ്റ്റേക്ക് കൊണ്ട് വേറെ എവിടെയോ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, റൈറ്റിലോട്ടാണ് പോകേണ്ടത്. ഒരു ലെഫ്റ്റിലോട്ടും. ഓക്കെ, ഇതുവരെ കളിക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഗെയിമായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഫ്യൂച്ചറിലായിട്ട് നല്ല മിഷൻസ് വരും തോന്നുന്നു. അപ്പോൾ കളിക്കാൻ എക്സൈറ്റ്മെൻറ്റ് കാണും. ഇത് ഡെഫിനിറ്റീവ് എഡിഷനാണ്. ഓക്കെ, അതായത് കുറച്ചുകൂടെ റീമാസ്റ്റേർഡ് ആണ്. മിഷൻ പാസ്റ്റ്. സാൻ ആൻഡ്രിയാസിലെ ഐക്കോണിക് ബീജം ഉണ്ടായിരുന്നു. അന്നൊരു ബീജം ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിന്ന് തിരിച്ച് നമുക്ക് വീട്ടിൽ പോകാം. ഇവിടെ എൽ എന്നൊരു സാധനം വെച്ചിട്ടുണ്ട്. അതായത് ലൂയിജി തന്നെ ആയിരിക്കും ഇന്ന് സിനിമ റെപ്രസെൻ്റ് ചെയ്യണത്. മിഷന് വേണ്ടി അവിടെ വരേണ്ടി വരും. ഓക്കെ ഓക്കെ, നേരെ വീട്ടിലോട്ട് പോവാം. നമുക്കിത് നമ്മുടെ പേഴ്സണൽ കാറായിട്ട് വയ്ക്കാം. ഓക്കെ, ഗ്യാരേജ് കയറ്റിയ വണ്ടി ശരിയാവും. പൊട്ടിയ വണ്ടിയില്ലേ ഇത്, അത് നമ്മുടെ വീട്ടിൻ്റെ ഗ്യാരേജ് കയറ്റിയിട്ട് പിന്നെ ഒന്നും കൂടെ തുറന്നാൽ ആ വണ്ടി സെറ്റായിരിക്കും എന്നാണ് തോന്നുന്നത്. മറ്റേ ഗെയിമിൽ എങ്ങനെയായിരുന്നു കയറ്റാം. ഓക്കെ, സെറ്റ്. ഇറങ്ങും. പിന്നെ ഞാൻ തുറന്നു നോക്കാം. കാണാം, ശരിയെന്ന് തോന്നുന്നു. ശരി തന്നെ ആയി. ഇപ്പോൾ ഗെയിം സേവ് ആയി. ഓക്കെ, ലൂയിജി ഗേൾസ് ക്ലൗഡ് ഓട്ടോ സേവ്. അപ്പോൾ ഓട്ടോ സേവ് ആവും കേട്ടോ. അപ്പോൾ ലൂയിജി ഇപ്പോൾ ഇത്രയും സ്ലോട്ട് ഫ്രീ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കളിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം GTA 3. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അവിടെ എന്തൊരു വടിവാളത്തൊരു സാധനം കിടപ്പണം, നമുക്ക് പോയി എടുക്കാം. എടുത്തിട്ടുണ്ട്. ഇനി തെറ്റ്, ഇനി ആൾക്കാരെ എന്താ ചെടിയാ. ഓക്കെ, ഗെയിം അതറിയാം. ഗ്യാരേജിൻ്റെ എന്തൊക്കെയോ. ഓക്കെ, സെയിം തന്നെ. അപ്പോൾ ക്ലൗഡ് സേവ് ആയിട്ടുണ്ട്. ബേസ്ബോൾ ബാറ്റ് ഒരേ ഒരു ആയുധം നമ്മുടെ കയ്യിലുള്ള. ഓക്കെ, പിന്നെ കൈയും ഉണ്ട്. ഓക്കെ അപ്പോൾ ഇതാണ് GTA 3. അപ്പോൾ ഇതുപോലത്തെ പുതിയ പാർട്സ് വരണമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വെക്കേഷൻ തുടങ്ങിയതുകൊണ്ട് പലതരത്തിലുള്ള വീഡിയോസ് അറ്റംപ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ GTA 3 ഇനി കണ്ടിന്യൂ ചെയ്യണമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു മാഡ്ലി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ഒരു മാഡ്ലി ബൈ.